ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒരു ലോങ് ബ്രേക്കാണോ ഷോർട്ട് ബ്രേക്കാണോ എന്ന് അറിയില്ല. ഒരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്രേക്കിന് പോയത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വെക്കേഷനായിരുന്നു. അപ്പം നാട്ടിൽ പോയതാണ്. നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ബോംബെ സെറ്റിൽഡാണ് ഞങ്ങൾ. ബോംബെ പോയിട്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് കേരളത്തിൽ പോയി. പിന്നെ അവിടുന്ന് തിരിച്ച് ബോംബെയിലോട്ട് വന്നു. അപ്പം കേരളത്തിൽ പോയ അത്രയും ദിവസം അടിപൊളിയായിരുന്നു. ബോംബെയിലുള്ള ദിവസങ്ങളാണ് ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പം ഞാനിവിടെ തിരിച്ച് വന്നിട്ട് ഒരു 23 ഡേയ്സ് ആകുന്നു. മൈൻഡ് ഇപ്പോഴും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും സെറ്റായിട്ടില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ അങ്ങ് സെറ്റാക്കി എടുക്കുക നമ്മൾ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനല്ലേ. അപ്പം ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനിയും തുടർച്ചയായിട്ട് എൻ്റെ കോമഡി വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാ പ്രാവശ്യം വെക്കേഷൻ പോകുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായി, പ്രോബ്ലംസ് ഉണ്ടായി. അതൊക്കെ ഭയങ്കരമായിട്ടും മെൻ്റലി സ്ട്രെസ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടാനൊരു മൂഡില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ആരെയും കോണ്ടാക്റ്റ് ചെയ്യാനും ലൈക്ക് ഫ്രണ്ട്സിനെ ആണെങ്കിലും ആരെയും ഒന്നും കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. റിലേറ്റീവ്സിനെ ആണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. പിന്നെ ഇപ്പം പെയ്യെ എല്ലാം നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം വിചാരിക്കും വെക്കേഷനല്ലേ പോയത്, അതിനിപ്പം മൂഡ് ഇങ്ങനെ ഖരാബാകുന്നത് എന്താണെന്ന്. വിട്ട് പിരിഞ്ഞ് വന്നതിൻ്റെ വിഷമമല്ല കേട്ടോ, ഇത് വേറെ ഇഷ്യൂസാണ്. അത് ഞാൻ എപ്പോഴേലും നിങ്ങളോട് ഷെയർ ചെയ്യാം. സമയമാകട്ടെ, അപ്പം ഞാൻ ഷെയർ ചെയ്യാം. ഇത് ആരെയും വിട്ട് പിരിഞ്ഞ് വന്നതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ് അല്ല കേട്ടോ, ഇത് വേറെയാണ്. അത് പിന്നീട് എപ്പോഴേലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സാധാരണ മുംബൈയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ് ഞാൻ. അപ്പം മുംബൈ വിട്ടു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. വർക്ക് ചെയ്യാനാണേലും സ്റ്റേ ചെയ്യാനാണേലും എനിക്ക് മുംബൈ വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത